ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യ ബന്ധം വളരെയധികം രൂക്ഷമാണ്. വ്യാഴാഴ്ച രാത്രി കനത്ത ഡ്രോൺ ആക്രമണമായിരുന്നു കൂടുതലും പാകിസ്ഥാൻ നടത്തിയിരുന്നതും. ഈ ഡ്രോണുകളെ തകർത്തതായി ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോഴത്തെ ഈ സംഘർഷം ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ കൂടുതലും ഉയർന്നു വരുന്നത്. ഇപ്പോഴിതാ അതിന് മറുപടി നൽകി മേജർ രവി രംഗത്ത് വരികയുണ്ടായി. ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം തന്റെ ഈ പ്രതികരണം നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പാകിസ്ഥാൻ പഹൽഗാം ആക്രമണത്തിൽ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നു, പ്രത്യേകിച്ച് ഭീകരവാദത്തെ വളർത്തുന്ന പാകിസ്ഥാൻ എന്ന രാജ്യം. അതേസമയം തന്നെ അവരുടെ സാമ്പത്തിക അവസ്ഥ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നേരിടാൻ കഴിയുന്ന വിധത്തിൽ ശക്തവുമല്ല. പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ബാലക്കോട്ട് പോലെ ഏതെങ്കിലും ഒരു ഭീകര കേന്ദ്രത്തിൽ ബോംബിട്ട് പോകുമെന്നായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ പ്ലാനിംഗ് ലോങ് ടൈം പ്ലാനിംഗ് ആയിരുന്നു. ഇനി നീ ഇങ്ങനെ ഒരു ആക്രമണവുമായി വരരുതെന്ന സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകിയത്. സ്ത്രീശക്തി എന്താണെന്ന് കൂടി ഇന്ത്യ തെളിയിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ ഇപ്പോൾ ഉയർത്തുന്ന പ്രധാന വാദം എന്നത് ഇന്ത്യ പാകിസ്ഥാൻ പഞ്ചാബികൾക്കും എതിരാണെന്ന തരത്തിലാണ്. ഖലിസ്ഥാൻ വാദികളെ ഒപ്പം നിർത്തി ഇന്ത്യക്കെതിരെ തിരിയാനാണ് കൂടുതലും ശ്രമങ്ങൾ നടത്തുന്നത്. ഇവർ ആദ്യം ചെയ്തത് ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിൽ വിഭാഗീയതയുണ്ടാക്കി പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നു. പിന്നീട് യുദ്ധം വന്നാൽ പല വ്യാജ പ്രചരണങ്ങളും നടക്കുന്നതുമായിരിക്കും. അത് ആയുധങ്ങളെക്കാൾ യഥാർത്ഥത്തിൽ വളരെ വലുതാണ്. പാകിസ്ഥാനിൽ പോയി ഭീകരവാദികളാണ് ഇന്ത്യ ഇല്ലാതാക്കിയത്. പക്ഷെ മനുഷ്യരെയല്ലേ ശരിക്കും കൊന്നതെന്ന ചോദ്യമാണ് ഉയർത്തിയത്. അവർ ഇവിടെ വന്ന് 26 പേരെ കൊലപ്പെടുത്തിയപ്പോൾ മനുഷ്യരാണെന്ന് അവർക്ക് തോന്നിയില്ല. ഇവിടുത്തെ ആളുകൾ അതിന് മെഴുകുതിരി കത്തിച്ച് നടന്നില്ല. ചിലർക്കൊന്നും തന്നെ ദേശസ്നേഹം ഉണ്ടാകില്ല. ഞാനൊരു ദേശസ്നേഹിയാണ്, നിങ്ങളുടെ നേതാവ് ശരിക്കും ചെഗ്വേരയായിരിക്കും, പക്ഷേ എന്റെ നേതാവ് ഭഗത് സിംഗ് ആണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. നിങ്ങളുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യലാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചാൽ അതിലൊരു പ്രശ്നവും കാണില്ല. മൗലാന മസൂദിന്റെ കുടുംബത്തിലെ 10 പേരെ കൊലപ്പെടുത്തിയപ്പോൾ അവർ മനുഷ്യരല്ലേ എന്ന് ചോദിച്ചു. എന്റെ പെങ്ങന്മാരെ വിധവയാക്കിയില്ലേ? പഹൽഗാമിൽ 26 പേരെ കൊന്നടുക്കിയപ്പോൾ അവരെന്താ മനുഷ്യരല്ലേ? എന്നിങ്ങനെ തുടങ്ങി ആ സമയത്ത് മനുഷ്യാവകാശത്തെ കുറിച്ച് കേട്ടിരുന്നല്ലോ. മനുഷ്യാവകാശം യഥാർത്ഥത്തിൽ വേണ്ടത് മനുഷ്യർക്കാണ്, അല്ലാതെ അത് ഭീകരർക്കല്ല. കാശ്മീരിൽ നടക്കുന്നത് കാശ്മീരിനെ സ്വതന്ത്രമാക്കാനുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടമൊന്നുമല്ല. കാശ്മീർ യഥാർത്ഥത്തിൽ സ്വതന്ത്രവുമാണ്. ഇതിൽ കുറച്ച് ഭാഗം അവർ പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷെ ഇനി അവർക്ക് പൂർണ്ണമായി അത് വേണം. അതിൽ എന്ത് ന്യായമാണ് ശരിക്കും ഉള്ളത്? പാകിസ്ഥാനിലെ ആളുകൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ കണക്കാക്കുന്നില്ല. അവർ ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്നാണ് ഇവിടെയുള്ളവരെ കൂടുതലും വിളിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നവരാണ് പാക് അധീന കാശ്മീരിലുള്ളവർ എല്ലാം തന്നെ. അവർക്ക് യാതൊരു സഹായം അവിടുത്തെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പാക് അധീന കാശ്മീരിൽ ഇന്ത്യ ചേർന്നാൽ അവർക്ക് കാശ്മീരിലെ ജനങ്ങൾക്ക് കിട്ടുന്ന സഹായം ലഭിക്കുന്നതായിരിക്കും. പാകിസ്ഥാനെ ചിന്തിക്കാനുള്ള ശേഷി യഥാർത്ഥത്തിലില്ല. ഇന്ത്യയുമായി താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന് സൈനിക ശേഷിയുമില്ല. നമുക്ക് ഒരാഴ്ച കൊണ്ട് തീർക്കാനുള്ള അത്രയേ അവരുള്ളൂ. സൈനിക ശേഷി നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് 25 ലക്ഷത്തിന് മുകളിലാണ് ഉള്ളത്. അവർക്ക് വെറും 7 ലക്ഷം മാത്രമാണ് ഉള്ളത്. ഇച്ഛാശക്തിയുടെ കാര്യത്തിൽ നമ്മുടെ സൈനികർ 100% നിലനിൽക്കുന്നത്. പക്ഷെ പാക് സൈനികർ എപ്പോഴും അവരുടെ ഓഫീസറുമായി വലിയ തർക്കത്തിലാണ് ഉള്ളത്. ഞങ്ങളെ മുന്നിലിട്ട് കൊലയ്ക്ക് കൊടുക്കുകയാണ് ശരിക്കും. നിങ്ങൾ ആരും മരിക്കുന്നില്ല എന്നാണ് അവർ കൂടുതലും പറയുന്നത്. ഇവിടെ ഓഫീസർമാരും സൈനികരും ഒരുപോലെയാണ് നിലനിൽക്കുന്നത്. അതിനാൽ ഒരു യുദ്ധവുമായൊക്കെ അവർ വന്നു കഴിഞ്ഞാൽ അതോടെ പാകിസ്ഥാന്റെ നാശമായിരിക്കുമെന്നാണ് മേജർ രവി വെളിപ്പെടുത്തുന്നത്.